എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാരഡ അവള് മത്സരിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. അവളുടെ ഓപ്പണന്റ് ആയിട്ട് മത്സരിക്കുന്നത് അറായിന്ന് പേരുള്ള ഒരു മാസ്ക് മാനാണ്. മീറ്റ്സിക പറയും, നിനക്ക് ഉറപ്പായിട്ടും ഇതിൽ ജയിക്കാൻ കഴിയും, നീയാണ് നമ്മുടെ ഫ്യൂച്ചർ ഹൊക്കാകെ. അത് കേട്ട് ബൊറൂട്ടോ ചിരിക്കും. സാരഡ, ഉറപ്പായാലും നീ ഈ ബാറ്റിൽ ജയിച്ചിട്ട് വരണം, നീ ഈ ബാറ്റിൽ ജയിക്കണം, അതിനുശേഷം എനിക്ക് നീയുമായിട്ട് ഏറ്റുമുട്ടണം. അതിനവൾ ഫുൾ കോൺഫിഡൻസിൽ, അതെ തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും, ഞാനാണ് ലീഫ് വില്ലേജിലെ ഫ്യൂച്ചർ ഹോക്ക്, സോ എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവളിപ്പോ ആ ബാറ്റിൽ പ്ലേസ് ലക്ഷ്യമാക്കി നടന്ന് ആ ബാറ്റിൽ പ്ലേസിലേക്ക് കയറി വരും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഷിക്കഡ ടീമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്, പക്ഷെ മാക്സിമം അതൊന്നും പുറത്ത് കാണിക്കാതെ അവർ കൺട്രോൾ ചെയ്ത് അവിടേക്ക് വരും. ഡെങ്കി പറയും, ഗൈസ് നിങ്ങളുടെ ഫൈറ്റ് അടിപൊളിയായിരുന്നു, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യും, ആ മാസ്ക് മാൻ ആണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാണ്, അവള് വിട്ടുകൊടുക്കില്ല. അവളുടെ ശരീരം കണ്ണുപയോഗിച്ച് അവൾ അവനെ കൺട്രോൾ ചെയ്ത് പവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ ശരീരം കണ്ണിനെ പോലെ തോൽപ്പിച്ച് അവളെ വീണ്ടും വീണ്ടും അങ്ങനെ ചാടി ചാടി അറ്റാക്ക് ചെയ്യാണ്. എനിക്കാണെങ്കിൽ ആ ഫൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ്, സാരഡ അവൾ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഇവാബെ ചോദിക്കും, നിന്റെ കണ്ണ് പൊട്ടക്കണ്ണാണോ? അവളുടെ ഓപ്പണന്റ് അവനാണിപ്പോ കൂടുതൽ പവറിൽ അവളെ കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ആ മാസ്ക് പയ്യൻ അവനിപ്പോ പുതിയൊരു വെപ്പൻ എടുത്ത് സാരഡയെ അറഞ്ചം പുറഞ്ച് തല്ലും. അവളാണെങ്കിൽ സിമ്പിളായി ഒരു കത്തിയെടുത്ത് അതങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അവൾ അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവൻ സിമ്പിളായിട്ട് അവളെ തള്ളി താഴെയിടും. ഷിക്കടയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. സാരഡയുടെ ഗെഞ്ചിപ്സു അതിനെ പോലും അവൻ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു. സാരഡയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ കൂടുതൽ കാര്യമായിട്ട് അവനെ ശ്രദ്ധിച്ചു നോക്കും. ഈ സാൻഡ് ഷിനോബി അവൻ എന്നെ കഴിഞ്ഞ് പവർഫുൾ ആണോ? എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയാത്തത്? ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് വീണ്ടും പൊരിഞ്ഞ അട്ടിയടി ബഹളം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവരുടെ ഫൈറ്റ് കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുള്ളതായിട്ട് തോന്നും. ബൊറൂട്ടോ നിലവിളിച്ച് പറയും, സാരഡ മാർക്കോ, ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അവൻ അറ്റാക്ക് ചെയ്യേ. അവനിപ്പോ അവളെ പിടിച്ചു വലിച്ച് കയ്യിലും കാലിലും ഒക്കെ കത്തിയെടുത്ത് വെട്ടുകയാണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയില് സാരഡ അങ്ങനെ നിൽക്കും. പക്ഷെ അവൾ അടുത്ത നിമിഷം മിസുഗാഗയുടെ ഗ്രാമത്തിൽ നിന്ന് പഠിച്ച ആ ഒരു ലൈറ്റ്നിങ് ചിപ്സു അതുപയോഗിച്ച് അവനെ അടിച്ചു തെറിപ്പിക്കും. ആ മാസ്ക് പൈന്റെ നേർക്ക് ആ ഒരു ലൈറ്റ്നിങ് പവർ അത് അത്ര ക്ലിയർ ആയിട്ട് അടിക്കില്ല. അവൻ ജസ്റ്റ് മിസ്സിന് തെന്നി മാറും. പവർ ആ ചുമരിലിടിച്ച് കാണികൾക്ക് നേരെ ചുമരിടിഞ്ഞ് വീഴാൻ തുടങ്ങും. ഉടനെ മെറ്റലിൽ അവൻ ചാടി വന്ന് ആ ബിൽഡിങ്ങിന്റെ പീസൊക്കെ ചവിട്ടി തെറിപ്പിച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ഇവിടെ സാറയാണെങ്കിൽ ചുറ്റും നോക്കും, അവനെ കാണാനുണ്ടാവില്ല. അപ്പൊ അവര് കാണും, അവരുടെ തൊട്ട് മുകളില് അവൻ അവളെ എയിം ചെയ്ത് നിൽക്കുകയാണ്. ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് മുകളിലെത്തി? അവളങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവൾക്ക് പിടികിട്ടുക അവനൊരു പപ്പഡ് യൂസറാണ്. ആക്ച്വലി സാറഡ അറ്റാക്ക് ചെയ്തത് അതവന്റെ പപ്പടാണ്. റിയൽ മാസ്ക് പയ്യൻ ആ ഫൈറ്റൊക്കെ കണ്ട് മുകളിലിരിക്കുകയായിരുന്നു. സാറഡ പറയും, നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായിരുന്നു നീ ഒരു പപ്പടാണെന്ന്. കാരണം എന്റെ ഒരു മൂമെന്റിൽ പോലും നീ കുറച്ചു പോലും പേടിച്ചില്ല. എന്റെ ശരീരം കണ്ണിൽ പോലും എന്റെ മൂമെന്റ്സ് എനിക്ക് മനസ്സിലാക്കാനോ നിന്റെ മുഖത്തെ പേടി എനിക്ക് കാണാനോ സാധിച്ചില്ല. ഫൈറ്റിനിടയിൽ നിന്റെ ബോഡിയിൽ നിന്ന് ഒരു ത്രെഡ് റാഡ് അത് പുറത്തേക്ക് പോകുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. ആൻഡ് വില്ലേജിൽ ഇഷ്ടം പോലെ പപ്പഡ് യൂസേഴ്സ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മാത്രമല്ല എന്റെ ശരീരം പവർ അത് ഞാൻ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്റെ പവർ അത് ഡ്രെയിനാക്കി കളയാന്നല്ലേ നീ ഇത്രയും നേരവും കരുതിയിരുന്നത്? പക്ഷെ അത് നടക്കില്ല. അവനാണെങ്കിൽ ഇപ്പൊ സാരഡ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് പേടിയാവാൻ തുടങ്ങും. മാത്രമല്ല അവൻ കൺട്രോൾ ചെയ്തിരുന്ന ആ പപ്പടിന്റെ ത്രെഡ് അത് ഇതുവരെ അവൻ കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ മീറ്റ്സികയോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? അതിന് മീറ്റ്സിക പറയും, അവൻ ആക്ച്വലി ഒരു പപ്പഡ് യൂസറാണ്. അവൻ പപ്പടിനെ വെച്ചാണ് ഇത്രയും നേരവും സാരഡയായിട്ട് ഫൈറ്റ് ചെയ്തത്. പക്ഷെ സാരഡ അവളിപ്പോ എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. സോ അതുകൊണ്ട് ഇനി അവന്റെ പ്ലാൻ ഒന്നും കറക്റ്റായിട്ട് വർക്കൗട്ട് ആവില്ല. ആ പേടിയിലാണ് അവനിപ്പോ. ആ മാസ്ക് പയ്യൻ അറായ അവനാണെങ്കിൽ പേടി കൂടി കൂടി വരും. അവനും ആക്ച്വലി മെറ്റലിയുടെ സെയിം ക്യാരക്ടറാണ്. അവൻ ടെൻഷനായി അവിടുന്ന് ഓടാൻ തുടങ്ങും. ഷിങ്കിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അറായെ തിരികെ വിളിക്കും. വേറെ വഴിയില്ലാതെ അവൻ വീണ്ടും അവന്റെ പപ്പടിനെ എടുത്ത് ആരടയ്ക്ക് നേരെ വരികയാണ്. അവള് സെക്കൻഡുകൾ കൊണ്ട് ഫയർ സ്റ്റൈൽ ചിപ്സു അതുപയോഗിച്ച് ആ ഒരു പപ്പടിനെ കത്തി എരിയിച്ച് ദൂരേക്ക് കളയും. അങ്ങനെ ആ ഒരു ബാറ്റില് ഇപ്പൊ സാരഡ ജയിച്ചിരിക്കുകയാണ്. അവള് മീറ്റ്സിയോട് പറയും, മീറ്റ്സിക്ക് അടുത്തത് നിന്റെ ബാറ്റിലാണ്, നീ കൂടെ ഇതിൽ ജയിക്കുകയാണെങ്കിൽ
ഫൈനൽ മാച്ച് അത് നമ്മൾ 3 പേരും തമ്മിലായിരിക്കും. ഉടനെ അടുത്ത അനൗൺസ്മെന്റ് ഉയരും. മീറ്റ്സുഗി വേഴ്സസ് ഷിങ്കി കോമ്പറ്റീഷൻ. അവർ രണ്ടുപേരും അവിടേക്ക് വന്ന ഉടനെ ഫൈറ്റ് ആരംഭിക്കും. മീറ്റ്സുഗി ആണെങ്കിൽ വിൻസ്റ്റൈലൊക്കെ ഉപയോഗിച്ച് വളരെ സീരിയസ് ആയിട്ടായിരിക്കും അവനോട് ഫൈറ്റ് ചെയ്യുക. ഷിങ്കി ആണെങ്കിൽ മെറ്റൽ വെച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. മീറ്റ്സുഗ അവന്റെ സ്നേക്ക് പവർ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഷിങ്കിയുടെ ആ ഒരു സാൻഡ് അത് താഴേക്കിടുകയാണ്. മീറ്റ്സുഗി വീണ്ടും അവന്റെ വിൻ സ്റ്റൈൽ ഉപയോഗിക്കും. പക്ഷെ അവനാണെങ്കിൽ ഓരോ തവണ വിൻ സ്റ്റൈൽ മീറ്റ്സുഗി ഉപയോഗിക്കും തോറും അയൺ സാൻഡ് വെച്ച് മീറ്റ്സുഗിയെ ബ്ലോക്ക് ചെയ്ത് ഓരോരോ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ അയൺ സാൻഡ് വെച്ച് ഇപ്പോൾ ഒരു സുനാമി തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനുള്ളിൽ വെച്ച് മീറ്റ്സുഗിയെ ഈസി ആയിട്ട് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന്റെ സ്നേക്കുകൾ ഉപയോഗിച്ച് ആ ഒരു ലോക്ക് അത് തല്ലി തകർത്ത് പുറത്തേക്ക് വരും. അതിനുശേഷം അതേ സ്നേക്കുകൾ വെച്ച് തന്നെ ഷിങ്കിയെ ചുറ്റി വളയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്ക് ഷിങ്കി അവന്റെ അയൺ സാൻഡ് വെച്ച് പാമ്പുകളെ മുഴുവൻ ദൂരേക്ക് തെറിപ്പിക്കും. മീറ്റ്സുഗി പറയും, ഓ നിനക്കും നല്ല പവർ ഉണ്ടല്ലേ, പക്ഷെ കുഴപ്പമില്ല, എന്റെ സ്നേക്കുകളുടെ മുൻപില് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. മീറ്റ്സുഗി അവന്റെ സ്നേക്കിനെ ഇപ്പൊ ഭൂമിക്ക് അടിയിലൂടെ കൊണ്ടുവന്ന് ഷിങ്കിയുടെ കാല് പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും ഷിങ്കി ലോക്കായെന്ന് കരുതും. പക്ഷേ ഷിങ്കിയുടെ അയൺ സാൻഡിന്റെ പവർ അവൻ ആ ഒരു അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തി സിമ്പിളായി ഇപ്പൊ മീറ്റ്സുഗയുടെ തൊട്ട് പിന്നിലേക്ക് കൊണ്ടുവരാണ്. ഇവിടെ മെറ്റലിലേക്കാണെങ്കിൽ ഇവരുടെ ഫൈറ്റ് കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ആവും. അവൻ പറയും, നമ്മൾ കരുതിയതുപോലല്ല, അവന്റെ പവർ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരുപാട് കാര്യങ്ങളിൽ അവൻ ട്രെയിനിങ് എടുത്തതാണ്. മീറ്റ്സുഗിക്കാണെങ്കിൽ അവന്റെ ഫൈറ്റും അവന്റെ ടെക്നിക്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവും. വാവ്, നീ നിന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ചാണല്ലേ അറ്റാക്ക് ചെയ്യുന്നേ? അതിനാവും പറയും, അതെ, മാത്രമല്ല എന്റെ പപ്പ എന്നോട് പറഞ്ഞത് ഒരു സാഹചര്യത്തിലും എന്റെ ഗാർഡ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല എന്നാണ്. സോ നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ ഗാർഡ് ഞാൻ ഡൗൺ ചെയ്യില്ല. ഉടനെ മീറ്റ്സുഗ അവൻ ബൊറൂട്ടോ ആണ് ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്നതെങ്കിൽ അവൻ എന്തു ചെയ്യും എന്ന് ചിന്തിക്കും. അതിനുശേഷം ഒരു ലൈറ്റ്നിങ് സ്റ്റൈല് അത് കയ്യിലേക്ക് എടുക്കുകയാണ്. സ്നേക്കില് ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവൻ വീണ്ടും ഷിങ്കി ആയിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. പക്ഷെ ഷിങ്കി ആണെങ്കിൽ അതിനെല്ലാം ക്യാഷ്വലായിട്ട് തട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം വമ്പ ഫോഴ്സിൽ മീറ്റ്സുഗയെ ദൂരേക്ക് തെറിപ്പിച്ചു കളയും. മീറ്റ്സുഗ അവനാണെങ്കിൽ ഇപ്പൊ കുറേശ്ശെ ടയർഡായി കഴിഞ്ഞു. അപ്പൊ ഷിങ്കി അവന്റെ സാൻഡ് ഉപയോഗിച്ച് ഇപ്പൊ ഒരു സ്ക്വാഡ് പോലെ എന്തോന്ന് ക്രിയേറ്റ് ചെയ്യും. മീറ്റ്സുഗ പറയും, നിന്റെ ബോഡിയിൽ ഓൾറെഡി ഞാൻ എന്റെ സാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ മാഗ്നറ്റിക് പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നിനക്കറിയോ? ഇനിയുള്ള കാര്യം ഞാൻ പറയല്ല, ചെയ്ത് കാണിക്കുന്നു പറയും. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. ഉടനെ സാരഡ അവൾ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് പറയും, മീറ്റ്സുഗ അവൻ ഒരുപാട് ജിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അവന്റെ ചക്ര പവർ അത് ഓൾറെഡി ഒത്തിരി ഡ്രെയിനായി പോയിട്ടുണ്ടാവും. മീറ്റ്സുഗ ഒരു സെക്കൻഡ് അവന്റെ സേജ് ജിപ്സുവിനെ കുറിച്ച് ആലോചിക്കും. ഞാൻ ആ സേജ് ജിപ്സു അത് ഉപയോഗിക്കണോ വേണ്ടയോ? അവൻ അങ്ങനെ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് ഒരു സെക്കൻഡ് ബൊറൂട്ടോയെ നോക്കും. അവൻ കാം ഡൗൺ ആയി അവന്റെ ഗാർഡ് ഡൗൺ ചെയ്യും. അപ്പോഴേക്ക് ഷിങ്കിയെ ആ റാഡ് അത് അവന് നേരെ വലിച്ചെറിയാണ്. മീറ്റ്സുഗ നിലവിളിച്ച് പറയും, ഞാൻ ക്വിറ്റ് ചെയ്യാണ്, ഞാനിതില് തോറ്റിരിക്കുന്നു. ഷിങ്കിക്കും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും റോക്ലിക്കും ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അവൻ തീർത്തു പറയും, അതെ ഞാൻ ക്വിറ്റ് ചെയ്യാണ്, ഇനി എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. മീറ്റ്സുഗ ആണെങ്കിൽ തലതാഴ്ത്തി അങ്ങനെ നടന്നു വരും. ഉടനെ ഷിങ്കി അവൻ ചോദിക്കും, സത്യം പറയ്, നീ എന്തിനാ ഗിവപ്പ് ചെയ്തത്? എനിക്കറിയാം നിനക്ക് നല്ല പവറും എബിലിറ്റിയും ഉണ്ടെന്ന്, പക്ഷെ എന്നിട്ടും നീ ഗിവപ്പ് ചെയ്തു. ഉടനെ മീറ്റ്സുഗ ചിരിക്കും, ഞാൻ എന്റെ റിയൽ പവർ അത് കാണിച്ച എന്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, എന്റെ പവർ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രാമത്തിൽ റിവീൽഡ് ആവും. ഞാനിവിടെ താമസിക്കുന്നത് വരെ ആരും അതറിയാൻ പാടില്ല. ബൊറൂട്ടോയ്ക്ക് സാരഡയ്ക്കും ടെൻഷനായി. അവർ രണ്ടുപേരും മീറ്റ്സുഗയുടെ അടുത്തേക്ക് വരും. നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ? മീറ്റ്സുഗ ക്യാഷ്വലായിട്ട് നിൽക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ എനിക്ക് ആവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫൈനൽസിലേക്ക് സെലക്ട് ആയിരിക്കുന്ന സാരഡ, ബൊറൂട്ടോ, ഷിങ്കി അവര് 3 പേരെയും ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വിളിക്കും. നിങ്ങളുടെ 3 പേരുടെയും മത്സരം അത് നാളെയാണ് ഫൈനൽ ബാറ്റിൽ നടക്കുക. സോ നിങ്ങൾ വളരെയധികം പ്രിപ്പയർഡ് ആയിരിക്കണം നാളത്തെ എക്സാമിന് വേണ്ടി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോഗി അവളാണെങ്കിൽ അവളുടെ ഷിക്കഡായ ടീമുമായിട്ട് ഇപ്പൊ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഒറ്റതിനെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ ജയിച്ചിരിക്കും. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ ഓർഡർ ചെയ്ത ഫുഡും ബില്ലും അവിടേക്ക് വരിക. മോഗയാണെങ്കിൽ ആ ബില്ല് കണ്ട് ഷോക്കാവും. കട്ട് ചെയ്ത സാരഡ അവളിപ്പോ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സാക്കുറ ആണെങ്കിൽ അവൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവളെ റൂമിലേക്ക് പറഞ്ഞയക്കും. അതേസമയം സാസുക ആളാണെങ്കിൽ ഇപ്പോഴും
ആ ഒരു കോഡ് അത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ബൊറൂട്ടോയും കൂട്ടി വീണ്ടും ട്രെയിനിങ് സ്ഥലത്തേക്ക് വരും. സാസുക വലിയൊരു ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു പാറ അത് തകർത്ത് കളയും. സാസുക പറയും, ഇതെന്റെ മാസ്റ്റർ കാക്കാഷിയുടെ പവറാണ്. ഈ പവർ നീ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിൽ നീ ജയിക്കും. പക്ഷെ ഈ ഒരു പവർ അത് ചെയ്യണമെങ്കിൽ നിനക്ക് ഷെരീങ്ങൻ കണ്ണ് ആവശ്യമാണ്. പക്ഷെ ഓൾറെഡി നിനക്ക് ഷെരീങ്ങൻ കണ്ണില്ല. പക്ഷെ നിന്റെ ചക്ര നേച്ചർ അത് ലൈറ്റ്നിങ് നേച്ചറാണ്. സോ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് പവർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഫൈനൽ ബാറ്റ്. ആളുകളെല്ലാം ആകാംക്ഷയോട് കൂടെ ബാറ്റിൽ കാണാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.